ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുരുത്വാകർഷണത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായിട്ട് അത് നമ്മൾ താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തമോഗർത്തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പ്രോബ്ലംസാണ് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. 10,000 കിലോഗ്രാം മാസുള്ള ഒരു കൃത്രിമ ഉപഗ്രഹം പ്രവർത്തനം നിലച്ച് ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങുന്നു. വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം പരസ്പരമാണ് എന്നറിയാമല്ലോ. ഭൂമി ഉപഗ്രഹത്തെ ആകർഷിക്കുന്ന അതേ ബലത്തിൽ ഉപഗ്രഹം ഭൂമിയെയും ആകർഷിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള ഉയരം = 5000 മീറ്റർ. ഭൂമിയുടെ ആരം ക്യാപിറ്റൽ R = 6.4 × 10⁻6 മീറ്റർ. എ. ഉപഗ്രഹത്തിൻ്റെ ത്വരണം എത്ര? ബി. ഭൂമിക്കുണ്ടാകുന്ന ത്വരണം എത്ര? ഭൂമിയുടെ മാസ് = 6 × 10⁻24 കിലോഗ്രാം. ഇനി ഇത് ചെയ്യുന്ന വിധം ആദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സൊക്കെ എടുത്ത് എഴുതുകയാണ്. ഉപഗ്രഹത്തിൻ്റെ മാസ് 10,000 കിലോഗ്രാം, ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ M = 6 × 10⁻24 കിലോഗ്രാം, പിന്നെ ക്യാപിറ്റൽ G 6.67 × 10⁻11, ക്യാപിറ്റൽ R ഭൂമിയുടെ ആരം 6.4 × 10⁻6 മീറ്റർ, പിന്നെ ഡി എന്ന് പറയുന്നത് ഭൂമിയുടെ ആരം പ്ലസ് ഉയരമാണ്. അത് ഇപ്പം ഉയരം 5000 മീറ്റർ, അപ്പം ഡി 5000 പ്ലസ് ഭൂമിയുടെ ആരമായിട്ടുള്ള 6.4 × 10⁻6 മീറ്റർ. ഇനി ഇവ തമ്മിലുള്ള ഭൂമിയും ഈ ഉപഗ്രഹവും തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. F = G capital M small m / d². അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം 6.67 × 10⁻11 × 6 × 10⁻24 × 10,000 / 5000 പ്ലസ് 6.4 × 10⁻6 2. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് 6.4 × 10⁻6 എന്നുള്ള ആ ഒരു അളവ് വെച്ച് നോക്കുമ്പോൾ 5000 വളരെ കുറവായിട്ടുള്ള ഒരു അളവാണ്. അത് നമുക്ക് ഒഴിവാക്കാം. നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 97,500 ന്യൂട്ടണാണ്. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഉപഗ്രഹത്തിൻ്റെ ത്വരണമാണ്. F = mg എന്നുള്ള സമവാക്യം നമുക്കറിയാം. അപ്പോൾ G = F/m. അപ്പോൾ ഇവിടെ ഉപഗ്രഹത്തിൻ്റെ ത്വരണമാവുന്ന സമയത്ത് F/m എന്ന് പറയുന്നത് ഉപഗ്രഹത്തിൻ്റെ മാസായിരിക്കും. അപ്പോൾ അത് കൊടുത്ത് ചെയ്യാം. F മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 97,500 / 10,000. നമുക്ക് 9.75 m/s² എന്ന് കിട്ടും. അതായിരിക്കും ഉപഗ്രഹത്തിൻ്റെ ത്വരണം. ഇനി ഭൂമിയുടെ ത്വരണം കണ്ടുപിടിക്കണം. ഭൂമിയുടെ ത്വരണവും നമുക്ക് ഇതേ ഒരു സമവാക്യം വെച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. G = F/m. അവിടെ m എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് ഭൂമിയുടെ മാസമാണ്. അപ്പം 97,500 / 6 × 10⁻24. അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.6 × 10⁻20 m/s² എന്ന് കിട്ടും. അത്രയും ചെറിയൊരു മൂല്യമാണ് കിട്ടുക. കാരണം ഭൂമിക്കുണ്ടാകുന്ന ത്വരണം അത്രയും കുറവായിരിക്കും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 20 മീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കാൻ അനുവദിച്ചാൽ അത് തറയിലെത്താൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഇവിടെ 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 20 മീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ അത് താഴെ എത്താൻ എത്ര സമയമെടുക്കും? ചന്ദ്രനിലാണെങ്കിൽ തറയിലെത്താൻ എത്ര സമയം വേണ്ടി വരും എന്ന് കണക്കാക്കുക. അതും കണക്കാക്കണം. ചന്ദ്രനിലെയും ഭൂമിയിലെയും ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ആദ്യം എഴുതുക. വസ്തുവിൻ്റെ മാസ് 10 കിലോഗ്രാം, ഹൈറ്റ് അഥവാ എസ്, സ്ഥാനാന്തരം 20 മീറ്റർ. പിന്നെ ഇവിടെ ആദ്യം നിശ്ചലാവസ്ഥയിൽ നിന്നാണ് വസ്തു ഭൂമിയിലേക്ക് പതിക്കുന്നത്. അപ്പം യു ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ഇനി നമുക്കിവിടെ S = ut + ½ at² എന്ന സമവാക്യം ഉപയോഗിക്കാം. അപ്പം അതിൽ S20 = u0 × t + ½ × a എന്ന് പറയുന്നത് 10 കാരണം ഭൂഗുരുത്വാകർഷണ ത്വരണം കാരണമാണ് താഴേക്ക് വീഴുന്നത്. 9.8 എന്നുള്ളത് നമുക്ക് 10 എടുക്കാം. × t². ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ
ടി സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ടി സ്ക്വയറിൻ്റെ വാല്യൂ ഒന്ന് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 2 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് ചന്ദ്രനിലാണെങ്കിൽ തറയിലെത്താൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം അവിടെയും നമ്മൾ ഇതേ സമവാക്യം ഉപയോഗിക്കുക. എ എടുക്കുന്ന സമയത്ത് ചന്ദ്രനിലെ ജിയുടെ മൂല്യമായിട്ടുള്ള 1.62 എടുക്കുക. അപ്പം 20 = 0 × t + ½ ഇൻറ്റു ചന്ദ്രനിലെ ജിയുടെ മൂല്യമായിട്ടുള്ള 1.62 × t സ്ക്വയർ. അപ്പം ടി സ്ക്വയർ അതിൽ നമുക്ക് കണ്ടുപിടിക്കാം. ടി സ്ക്വയർ സോൾവ് ചെയ്യുന്ന സമയത്ത് 24.69 എന്ന് കിട്ടും. ടി അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ടി കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 24.69 അപ്പം 4.96 അപ്രോക്സിമേറ്റ്ലി 5 സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. കറക്റ്റ് ആൻസർ 4.96 പക്ഷെ 5 അത്രയും അടുത്തായതുകൊണ്ട് നമുക്ക് തൽക്കാലം 5 എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഒരു കല്ല് നേരെ മുകളിലേക്ക് എറിയുന്നു. 6 സെക്കൻഡ് കൊണ്ട് കല്ല് തിരിച്ചെത്തുമ്പോൾ കല്ലിൻ്റെ ആദ്യ പ്രവേഗം എത്ര? കല്ല് സഞ്ചരിച്ചേക്കാവുന്ന ദൂരം എത്ര? 4 സെക്കൻഡ് കഴിയുമ്പോൾ കല്ലിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? അപ്പം ചന്ദ്രോപരിതലത്തിൽ നിന്ന് കല്ല് മേലേക്ക് എറിഞ്ഞിട്ട് 6 സെക്കൻഡ് കൊണ്ടാണ് കല്ല് തിരിച്ചെത്തുന്നത്. ആദ്യം നമുക്ക് കല്ലിൻ്റെ ആദ്യ പ്രവേഗം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മളെ അടുത്തുള്ളത് 6 സെക്കൻഡ് എന്നുള്ള ടൈമാണ്. അപ്പം മൊത്തം മുകളിലേക്ക് പോയി താഴെ എത്താൻ 6 സെക്കൻഡാണ് എടുക്കുക. അപ്പം താഴെ നിന്ന് ഏറ്റവും മാക്സിമം പോയിന്റിൽ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. മുകളിലേക്ക് പോകാൻ 3 സെക്കൻഡും താഴേക്ക് വരാൻ 3 സെക്കൻഡ് ആയിരിക്കും എടുക്കുക. അപ്പം മേലെ വരെ എത്താൻ എടുക്കുന്ന ടൈം 3 സെക്കൻഡ് ആയിരിക്കും. അപ്പം അത്രയും ഭാഗം നമ്മൾ നോക്കുക. കല്ല് താഴെ നിന്ന് മേലെ വരെ എത്തുന്നത്. അപ്പോൾ താഴെ നിന്ന് കല്ല് മേലെ വരെ എത്തുമ്പോൾ ആദ്യ പ്രവേഗം നമുക്ക് കണ്ടുപിടിക്കണം. അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഏറ്റവും ടോപ്പ് പോയിൻ്റ്, ഏറ്റവും മേലുള്ള പോയിന്റിൽ ആ ഒരു കല്ലിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഒരു ഐഡിയ വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പം നമ്മൾ v = u + at എന്ന് പറഞ്ഞ ചലന സമവാക്യം എടുക്കും. അപ്പോൾ v അന്ത്യപ്രവേഗം 0, കാരണം നമ്മൾ ടോപ്പ് പോയിന്റ് വരെയാണ് നോക്കുന്നത്. ആദ്യ പ്രവേഗം u, പിന്നെ +at a നമ്മളിവിടെ -1.62 എന്നാണ് എടുക്കുക. ചന്ദ്രൻ്റെ g ആണ്. കാരണം നമ്മൾ കല്ല് മുകളിലേക്ക് പോകുന്നതാണ് പരിഗണിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് കല്ല് പോകുന്ന ദിശയും ജി ആക്ട് ചെയ്യുന്ന ദിശയും ഓപ്പോസിറ്റ് ആയിരിക്കും. കല്ല് മുകളിലേക്കാണ് പോകുന്നത്. ജി ആക്ട് ചെയ്യുന്നത് ആക്സലറേഷൻ, ഗുരുത്വാകർഷണ ത്വരണം പ്രവർത്തിക്കുന്നത് താഴേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നെഗറ്റീവ് ആക്കി എടുക്കണം. അപ്പോൾ u - 1.62 × 3 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പകുതി മാത്രമാണ് പരിഗണിക്കുന്നത്, താഴേന്ന് മുകളിലെത്തുന്നവരെ മാത്രം. അപ്പോൾ യുവിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് u = 4.86 m/s എന്ന് കിട്ടും. ഇനി അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കല്ല് സഞ്ചരിച്ച ദൂരമാണ്. അതിന് ഇതേപോലെ തന്നെ നമ്മൾ ഹാഫ് പോർഷൻ എടുക്കുക. ഹാഫ് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ കിട്ടുന്ന ദൂരത്തിനെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഫുൾ എത്ര ദൂരം ആ കല്ല് സഞ്ചരിച്ചു എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന സമവാക്യം s = ut + ½ at² ആണ്. u നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 4.86, ടൈം 3 + ½ ഇൻറ്റു ഇവിടെ -1.62 × 3 × 3 t². അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7.29 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഹാഫ് മാത്രമാണ് പരിഗണിച്ചത്, താഴേന്ന് മേലെത്തുന്നവരെ. അപ്പം ഫുൾ ദൂരം കിട്ടാൻ നമ്മളതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 7.29 × 2 ചെയ്യുമ്പം നമുക്ക് 14.58 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം 4 സെക്കൻഡ് കഴിയുമ്പോൾ കല്ലിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതും നമുക്ക് s = ut + ½ at² എന്ന സമവാക്യം വെച്ച് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ടിക്ക് 4 കൊടുക്കുക. അപ്പം 4.86 × 4 + ½ ഇൻറ്റു
-1.62 എന്നാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഇൻറ്റു 4 ഇൻറ്റു 4 അത് ചെയ്യുന്ന സമയത്ത് 6.48 മീറ്റർ എന്ന് കിട്ടും. അപ്പം അത്രയും ഒരു അകലത്തിലായിരിക്കും 4 സെക്കൻഡ് കഴിയുമ്പോൾ കല്ല് നിൽക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് മാസും ഭാരവും രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണോ രണ്ടും? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? രണ്ടും രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന സമയത്ത് ഒന്നും ആലോചിക്കാതെ മാസ്, ഭാരം ഇതൊക്കെ നമ്മൾ ഒരേ ഐഡിയയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും ഈ മാസും ഭാരവും നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുമ്പം രണ്ട് കാര്യങ്ങളാണ്. മാസ് എന്താണ്? ഒരു വസ്തുവിൽ എത്രത്തോളം ദ്രവ്യം അടങ്ങിയിരിക്കുന്നു, ഒരു വസ്തുവിൽ എത്രത്തോളം കണ്ടൻറ് ഉണ്ട്, ദ്രവ്യമുണ്ട് എന്നതാണ് മാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിൽ എത്രത്തോളം പദാർത്ഥം, ദ്രവ്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മാസ്. ഭാരം എന്താണ്? ഭാരം എത്രത്തോളം ദ്രവ്യം അടങ്ങിയിരിക്കുന്നു എന്നതല്ല ഭാരം. ഭാരം എന്ന് പറയുന്നത് എത്രത്തോളം ബലം ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഭൂമി ഒരു വസ്തുവിൽ എത്രത്തോളം ബലം പ്രയോഗിക്കുന്നു എന്നതാണ് ഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാരം എന്ന് പറയുന്നത് ബലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിൽ ഭൂമി എത്രത്തോളം ബലം പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വസ്തുവിൻ്റെ ഭാരം. അത് ഭൂമിയിൽ. നമ്മൾ വേറൊരു ആകാശഗോളത്ത് പോയി കഴിഞ്ഞാൽ, ചന്ദ്രനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആകാശഗോളത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത് ഭൂമിയിലെ ഭാരം ആയിരിക്കില്ല. അവിടുത്തെ ഭാരം എന്ന് പറയുന്നത് ഏത് ആകാശഗോളത്തിലാണോ വസ്തു നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ആകാശഗോളം ആ വസ്തുവിൽ എത്രത്തോളം ബലം പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഭാരം. അവിടെ ആ വസ്തുവിൽ എത്രത്തോളം ആകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഭാരം എന്ന് പറയുന്നത്. അപ്പം മാസ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു അളവാണ്. പക്ഷേ ഭാരം അങ്ങനെ സ്ഥിരമല്ല. നമ്മൾ വേറൊരു ആകാശഗോളത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വസ്തുവിൻ്റെ ഭാരം മാറുന്ന ഒരു അളവാണ് ഭാരം എന്ന് പറയുന്നത്. ഇനി മാസ് എന്തുപയോഗിച്ചാണ് അളക്കുക? മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? മാസ് നമ്മൾ കോമൺ ബാലൻസ്, നമ്മളെ നിങ്ങൾ ത്രാസൊക്കെ കണ്ടില്ലേ, അതുപോലത്തെ കോമൺ ബാലൻസ് ഉപയോഗിച്ചാണ് മാസ് അളക്കുക. നമുക്ക് മാസ് അളക്കേണ്ട വസ്തു ഒരു തട്ടിൽ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള അളവ് മറ്റേ തട്ടിൽ വെച്ച് കൊടുത്ത് നമ്മളത് താരതമ്യം ചെയ്തിട്ടാണ് മാസ് അളക്കുക. അതിൽ ഭാരമാണെങ്കിൽ സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഭാരം അളക്കുക. നിങ്ങളിവിടെ കണ്ടില്ലേ, സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ്, ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭാരം അളക്കുക. ഇതിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മാസ് എടുക്കുകയാണെങ്കിൽ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. എന്നാൽ ഭാരത്തിൻ്റെ യൂണിറ്റോ, ഭാരം ഒരു ബലമാണ്. അപ്പം ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണാണ്. ന്യൂട്ടൺ അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റാണ് കിലോഗ്രാം വെയിറ്റ്. ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് ആണ് ഭാരത്തിൻ്റെ യൂണിറ്റ്. ഇപ്പോൾ സപ്പോസ് വസ്തുവിൻ്റെ മാസ് എം ആണെങ്കിൽ ഭാരം എന്ന് പറയുന്നത് mg ആയിരിക്കും. മാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഭാരം കണ്ടുപിടിക്കാം. മാസ് എം ആണെങ്കിൽ ഭാരം mg ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭാരത്തിൻ്റെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ന്യൂട്ടണും കിലോഗ്രാം വെയിറ്റുമാണ്. കിലോഗ്രാം വെയിറ്റ് എന്താണ് നമുക്ക് നോക്കണം. സ്പ്രിംഗ് ബാലൻസിൽ സാധാരണ കിലോഗ്രാം വെയിറ്റ് ആണ് അളക്കുക. പക്ഷേ സ്പ്രിംഗ് ബാലൻസിൽ അത് കിലോഗ്രാം എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇനി 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാസ് എം ആണെങ്കിൽ ഭാരം mg ആയിരിക്കും. അപ്പം അത് വെച്ച് നമുക്ക് 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം കണ്ടുപിടിക്കാം, mg. അപ്പം m 50 × g 9.8. അപ്പം 50 × 9.8 ചെയ്യുന്ന സമയത്ത് നമുക്ക് 490 ന്യൂട്ടൺ കിട്ടും. ഇപ്പം മാസ് 50 കിലോഗ്രാം ആണെങ്കിൽ ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ന്യൂട്ടണിൽ പറയുകയാണെങ്കിൽ 490 ന്യൂട്ടണാണ്. ഇനി പറയാനുള്ളത് 1 കിലോഗ്രാം വെയിറ്റ് എന്താണ്? 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് 1 കിലോഗ്രാം ഭാരം അഥവാ 1 കിലോഗ്രാം വെയിറ്റ്. 1 കിലോഗ്രാം ഉള്ള വസ്തുവിൻ്റെ മേലെ
1 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ മേലെ ഭൂമി എത്രത്തോളം ആകർഷണ ബലം പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് 1 കിലോഗ്രാം വെയിറ്റ്. നമ്മൾ പറഞ്ഞു കിലോഗ്രാം വെയിറ്റ് ഭാരത്തിൻ്റെ ഒരു യൂണിറ്റാണ്, ന്യൂട്ടൺ ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ്. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. 1 കിലോഗ്രാം വെയിറ്റ്, അപ്പോൾ F=ma അല്ലെങ്കിൽ F=mg എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ അവിടെ m എന്ന് പറയുന്നത് 1 കിലോഗ്രാം, g 9.8. അപ്പോൾ 1 × 9.8 ചെയ്യുന്ന സമയത്ത് നമുക്ക് 9.8 എന്ന് കിട്ടും. 9.8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നതും ന്യൂട്ടൺ എന്ന് പറയുന്നതും ഒന്നാണ്. അപ്പം ന്യൂട്ടൺ എന്ന് കൊടുക്കാം. 1 കിലോഗ്രാം വെയിറ്റ് = 9.8 ന്യൂട്ടൺ. അപ്പം നമുക്ക് മാസ് പറയുന്ന സമയത്ത് നമ്മൾ കിലോഗ്രാമിലാണ് പറയുക. ഭാരം പറയുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റിൽ അല്ലെങ്കിൽ ന്യൂട്ടണിലാണ് നമ്മൾ പറയുക. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടണാണ്. അതേപോലെ നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു വസ്തുവിൻ്റെ മാസ് 50 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഭാരം എന്ന് പറയുന്ന 50 കിലോഗ്രാം വെയിറ്റാണ്. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. മാസ് 50 കിലോഗ്രാം ആണെങ്കിൽ ഭാരം 50 കിലോഗ്രാം വെയിറ്റാണ്. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ന്യൂട്ടണിലെ ഭാരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ mg എന്നുള്ള സമവാക്യം വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.